ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളെ മക്കളെ അംഗൻവാടിയിൽ ഇന്ന് പ്രവേശനോത്സവം, പിന്നെ പഴയ മക്കളുണ്ടല്ലോ സ്കൂൾക്ക് പോകാനായ കുട്ടികൾ, അവരെ യാത്രയപ്പും അങ്ങനെയൊക്കെ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പായസം ഉണ്ടാക്കി കൊണ്ടുപോകണം. രണ്ട് മണിക്കാണ് പരിപാടി. അപ്പോൾ രാവിലെ തന്നെ പെരും മഴയാണ്. അപ്പോൾ നമ്മളെ ചായയും കടയൊക്കെ ആയി സ്കൂൾക്ക് പോകണമല്ലൊക്കെ കുടിക്കണുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കി കേട്ടോ. ഇന്നലത്തെ കുറച്ച് സാമ്പാറും ഉണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഒരാൾക്ക് ചോറ് കൊണ്ടുപോകണം, ഒരാൾക്ക് പിന്നെ സ്കൂളിൽ ചോറുണ്ട്. അപ്പോൾ ഇവന് 8:15 ട്യൂഷൻ തുടങ്ങും. അപ്പോൾ ട്യൂഷന് വിട്ടിട്ട് പിന്നെ അങ്ങനെ സ്കൂൾക്കാണ് പോവലാണ്. അപ്പോൾ പിന്നെ ചോറൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ചോറ് ഉപ്പേരിയും ചമ്മന്തിയും ഒരു മുട്ടയൊക്കെ പൊരിച്ചെടുത്ത് പോകാനെ പറഞ്ഞയച്ചു. എല്ലാവരും പോയി കണ്ടിഞ്ഞ് നമുക്ക് പായസം ഉണ്ടാക്കണ്ടേ. 2 മണിയാകുമ്പോഴത്തേന് മക്കൾക്ക് കൊടുക്കണമെങ്കിൽ ചൂടാറണല്ലോ. അപ്പോൾ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് പായസത്തിനുള്ള വെള്ളം കടുപ്പത്ത് വെച്ചിക്കണം, സാബുനരി വേവിക്കാനേ. അപ്പോൾ സാബുനരി ഞാൻ രാവിലെ തന്നെ കഴുകിങ്ങാണ്ട് കുതിർത്ത് വെച്ചിക്കണം. സേമിയനും തന്നെ ഞാൻ വറുത്ത സേമിയനുണ്ടല്ലോ അതാ വാങ്ങിക്കണത്. സാബുനരി കുതിർത്ത് വെച്ചാലേ പെട്ടെന്ന് വേകും, അതിന് വേണ്ടിയാണ് കുതിർത്ത് വെച്ചത്. കണ്ട വെള്ളത്തിനൊക്കെ ഒരു കളർ മാറ്റാം, കാരണം രാത്രി നല്ല മഴയല്ലേ ഇനി. അപ്പോൾ കിണറിലെ വെള്ളമൊക്കെ കലങ്ങിയിരിക്കണം. രാവിലെ മഴക്കൊന്നും കമ്മിയൊന്നുമില്ലല്ലോ. നമുക്കതൊക്കെ സാബുനരി ഇട്ടെടുക്കാം. സാബുനരി ചവ്വരി എന്നൊക്കെ പറയുമല്ലോ, നമ്മളവിടെ സാബുനരി അറിയും. ഇത് പിന്നെ കുതിർത്തിയതായതുകൊണ്ടേ തിളച്ചാൽ വേകും. അപ്പോൾ അതൊന്ന് തിളക്കാൻ വെക്കാം നമുക്ക്. പിന്നെ സേമിയ നമ്മൾ വറുത്തതാണല്ലോ വാങ്ങിക്കണം. അപ്പോൾ അതിട്ടെടുത്തത് വീഡിയോസിൽ പെട്ടിട്ടില്ല, പിന്നെ കുറച്ചിട്ട് കൊടുക്കണേ കിട്ടിയതുള്ളൂ. ഇത് 100 ഗ്ലാസ് പായസമാണ്. അപ്പോൾ ഞാൻ 1/2 കിലോ ചവ്വരി എടുത്തു, 1 കിലോ സേമിയനും എടുത്തു. ഈ 100 ഗ്ലാസ്ക്ക് ഇത് കറക്റ്റാണ്. അപ്പോൾ ഞാനൊരു 60 ഗ്ലാസ് വെള്ളം അളന്നുങ്ങാണ്ടാണ് ഒഴിച്ചിക്കണം. എന്നിട്ട് സാബുനരി അതിൽ വേവിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ പാലൊഴിച്ച് കൊടുക്കും, പാൽപ്പൊടി കലക്കി ഒഴിച്ച് കൊടുക്കും, കുറുകണനുസരിച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കൂലേ. ഈ സാബുനരി അതിൽ കടന്ന് വേവട്ടെ എന്ന്. ഇത് വേഗനുണ്ടെങ്കിൽ ഞങ്ങൾക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കാരണം ചോറ് ഉപ്പേരിയൊക്കെ പിന്നെ രാവിലെ തന്നെ ആയിനി, മോന് കൊണ്ടുപോകാൻ വേണ്ടിങ്ങാണ്ട്. ചെറിയ മക്കളെ തന്നെ നഴ്സറിക്ക് പറഞ്ഞയച്ചിട്ടില്ല, ഞാൻ പോകുമ്പോൾ എൻ്റെ ഒപ്പം കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടാണ്. അങ്ങനെ അതൊക്കെ 4 ലിറ്റർ പാലാണ് മേടിച്ചിരുന്നത്. അത് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ കുറച്ച് പാൽപ്പൊടി കലക്കി ഒഴിക്കുന്നുണ്ട്. അങ്ങനെ പാലൊക്കെ ഒഴിച്ചിങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് പഞ്ചസാര ഇടണം. അതിൽ 3 കിലോ പഞ്ചസാര ഇട്ട് കൊടുത്തേക്കണം. ഈ 100 ഗ്ലാസ് പായസത്തേക്ക് 3 കിലോ പഞ്ചസാര കറക്റ്റാണ്. പിന്നെ നമ്മൾ മിൽക്ക് മേഡൊക്കെ ഒഴിച്ചോല്ലോ, അതിൻ്റെ ഒരു മധുരം അതും ഉണ്ടാവും. പിന്നെ കുറച്ച് പഞ്ചസാര അവിടെ മാറ്റി വെച്ചിന് ഏലക്കായ് പൊടിച്ചാൽ വേണ്ടിങ്ങാണ്ട്. അങ്ങനെ സാബുനരിയും സേമിയനൊക്കെ അടി പൊടിച്ചാതെക്കാനേ ഞാൻ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ നിൽക്കുകയാണ്. ഇതിവിടെ ഇട്ടുകൊണ്ട് വേറെ പണിക്ക് പോകാനേ പറ്റൂല. ഈ നേരമായപ്പോൾ തന്നെ പുറത്ത് നല്ല വെയിൽ ഉദിച്ചിരിക്കണം കേട്ടോ. ഒരു സമാധാനം വെയിൽ കണ്ടപ്പോൾ. ഇന്നലെ ആണെങ്കിലോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലേനി. ഇന്നാണെങ്കിൽ രാവിലെ നല്ല മഴ. അങ്ങനെ ഏലക്കായും പഞ്ചാരയൊക്കെ പൊടിച്ച് വെച്ചിനി അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പാൽപ്പൊടി കലക്കി വെള്ളം ഒഴിച്ചിന് കേട്ടോ. അതൊന്നും ഇതിൽ വീഡിയോയിൽ പെട്ടിട്ടില്ല. ലാസ്റ്റ് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മളെ സേമിയ പായസം സെറ്റായി. ഇത് കുറച്ച് നേരം ഇങ്ങനെ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ഞാൻ മക്കൾക്ക് കൊടുക്കാനുള്ളതല്ലേ, ചൂട് കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. എന്നിട്ട് ഞാൻ കൊണ്ടുപോകാൻ സുഖത്തിന് വേറെ പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി പോവുകയാണ്. ഒക്കെ സംഭവമൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണം. മക്കളൊക്കെ റെഡി ആയിക്കണം. ആദ്യക്ക് ഭയങ്കര കരച്ചിലാണ്. ആദ്യക്ക് മുട്ട കുപ്പായം അവന് പറ്റിയിട്ടില്ല, അപ്പോൾ അവൻ്റെ കയ്യിലുള്ള ഇട്ട് കൊടുക്കണം. പിന്നെ രണ്ടാൾക്കും ഞാൻ ഒരേ മരത്തെ പിന്നെ ഇട്ടൊക്കെ കൊടുത്ത്. അപ്പോൾ പിന്നെ അവൻ്റെ സന്തോഷം കണ്ടില്ലേ. പിന്നെ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയപ്പോഴോടുകൂടി പിന്നെയും മഴ ചെയ്തു. ഏതായാലും മഴയാണെങ്കിലും ഞങ്ങൾ അവിടെ എത്തിക്കണം. ഏതായാലും ഇപ്പം മഴയൊക്കെ ചോർന്ന് നിൽക്കണം. അൽഹംദുലില്ലാ. ഞങ്ങൾ പരിപാടി കയ്യോളം മഴയല്ലേ ഇനി. പരിപാടി കഴിഞ്ഞതോടുകൂടി എല്ലാവരും പിരിഞ്ഞു പോയിട്ടാണ് പിന്നെ മഴ പെയ്തത്. അങ്ങനെ ഞങ്ങൾ അംഗൻവാടിയിലെത്തി. അപ്പോൾ കുറച്ച് പേരൊക്കെ എത്തിക്കണം. ഇനിയിപ്പോൾ വാർഡ് മെമ്പർ വരാനുണ്ട്. അപ്പോൾ സാറ് വന്നാൽ പരിപാടി തുടങ്ങും. അപ്പം ഈ പരിപാടിയൊക്കെ കണ്ടു നോക്കി.
അങ്ങനെ അംഗൻവാടിയിൽ നിന്ന് പിരിഞ്ഞു പോണ മക്കളമ്മമാരൊക്കെ ഓലെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുകയാണ്, മക്കൾക്കുള്ള മാറ്റങ്ങളൊക്കെ. പിന്നെ ടീച്ചർമാരെ വിട്ടു പോകാനുള്ള സങ്കടം, അതൊരു ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അടുത്ത വർഷമൊക്കെ എൻ്റെ മക്കളെ എങ്ങനെയാണ് അവിടെ നിന്ന് പോരുകയെന്ന് എനിക്കറിയില്ല. അപ്പം ആ അമ്മമാരൊക്കെ പാടെ കൂടി ഒരു ക്രിസ്മസ് ട്രീൻ്റെ കുറവുണ്ടായിനി, അത് ഇല്ലായിരുന്നു അംഗൻവാടിയിൽ. അപ്പോൾ അത് അവർ നികത്തി കൊടുത്തു. അങ്ങനെ അവരൊക്കെ പോണേലുള്ള സങ്കടമൊക്കെ പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.